ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ പ്രതിയായ ദേവസ്വം മുൻ കമ്മീഷണർ എൻ വാസുവിന്റെ സ്വാഭാവിക ജാമ്യ ഹർജിയിൽ വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ വാസുവും ഇന്ന് ജയിൽ മോചിതനാകാനാണ് സാധ്യത. അതേസമയം തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യ ഹർജിയും ഇന്ന് വിജിലൻസ് കോടതി പരിഗണിക്കും. വിനീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീഷ്, മറ്റ് ചില പ്രതികൾക്ക് നമുക്കറിയാം സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വന്ന മുരാരി ബാബു അടക്കമുള്ളവർ, പോറ്റി അടക്കമുള്ളവരുണ്ട്. 90 ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നതാണ് അതിന് കാരണമായി കോടതി പറഞ്ഞത്. സ്വാഭാവിക ജാമ്യം നൽകുകയായിരുന്നു. ഏതായാലും അത്തരമൊരു ആനുകൂല്യം ഒരുപക്ഷെ വാസുവിനും കിട്ടിയേക്കാം, അല്ലേ? തീർച്ചയായും രാജ്യത്ത് എൻ വാസുവിന്റെ ജാമ്യ ഹർജിയിലാണ് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുക. റിമാൻഡ് കാലാവധി 90 ദിവസം പിന്നിട്ടതോടെയാണ് സ്വാഭാവിക ജാമ്യം തേടി എൻ വാസു കൊല്ലം വിജിലൻസ് കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസു ശബരിമല സ്വർണ്ണക്കേസിൽ 3ാം പ്രതിയാണ്. സ്വർണം കൊണ്ടുപോകാൻ അനുമതി നൽകൽ, രേഖകളിൽ മാറ്റം വരുത്തൽ, വിവരം കിട്ടിയിട്ടും നടപടിയെടുക്കാത്ത തുടങ്ങിയ ഭരണപരമായ കാര്യങ്ങളിൽ എൻ വാസുവിന്റെ പങ്ക് വ്യക്തമാക്കുന്ന രേഖകളാണ് SIT കോടതിയിൽ നൽകിയിരുന്നത്. എന്നാൽ SIT കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് പ്രതിഭാഗം ഇന്നലെ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയും ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തത്. എന്നാൽ ഇക്കാര്യത്തിൽ വിവേചനം കാണിക്കാൻ പറ്റില്ല എന്നും ജാമ്യ ഹർജിയിൽ വിധി പറയുമെന്നും കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ഡോക്ടർ CS മോഹത്ത് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ മറ്റു പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം നൽകിയ കർശന ഉപാധികൾ വേണമെന്നാണ് പ്രോസിക്യൂഷനും ആവശ്യപ്പെട്ടത്. ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പുറത്തിറങ്ങുന്ന 5ാമത്തെ വ്യക്തിയാകും എൻ വാസു. നമുക്കറിയാം, നേരത്തെ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, S ശ്രീകുമാർ, സുധീഷ് കുമാർ എന്നിവർക്ക് കർശന ഉപാധികളോടെയായിരുന്നു കോടതി ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ നവംബർ 11-നാണ് ദേവസ്വം പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസു കട്ടളപ്പാളി കേസിൽ അറസ്റ്റിലാകുന്നത്. അതേസമയം മറ്റൊരു പ്രതിയായ തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവും സ്വാഭാവിക ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇന്ന് KS ബൈജുവിന്റെ ജാമ്യ ഹർജിയിൽ വിധി പറയും. അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു പ്രതിയായ പത്മകുമാറാണ്. ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ ദിവസം നീട്ടിയിരുന്നു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് നീട്ടിയത്. അതുപോലെ തന്നെ തന്ത്രിയും ജാമ്യത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ചിരുന്നു. 2 കേസിലും ജാമ്യാപേക്ഷ സമർപ്പിച്ചു. അത് കോടതി കഴിഞ്ഞ ദിവസം വിശദമായി വാദം കേട്ടു. 18-ാം തീയതിയിലേക്ക് അതിന്റെ വിധി പറയാനും മാറ്റിയിട്ടുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും വാസുവിന് സ്വാഭാവിക ജാമ്യം കിട്ടുമോ എന്ന കാര്യത്തിൽ ഇന്ന് ഒരു വ്യക്തത വരും. 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത ഒരു പശ്ചാത്തലം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ ജാമ്യം കിട്ടിയവർ മുരാരി ബാബുവിന് ഈ ആനുകൂല്യം കോടതി നൽകിയിരുന്നു. സ്വാഭാവിക ജാമ്യം കിട്ടി. രണ്ടാമത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിലെ മുഖ്യപ്രതിയാണ്. ഇയാൾക്കും ജാമ്യം കിട്ടുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ കോടതി ഇതിനെയൊന്നും ഹൈക്കോടതി, നമുക്കറിയാം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണല്ലോ ഈ അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതി ഇതിൽ അസ്വാഭാവികതയൊന്നും കാണുന്നില്ല. അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് ഹൈക്കോടതി പറയുന്നത്. ജാമ്യം കിട്ടിയാലും കേസ് അവിടെയുണ്ട്. ഏത് സമയത്തും ചോദ്യം ചെയ്യാനും ഇവരെ അറസ്റ്റ് ചെയ്യാനുമുള്ള അധികാരം അന്വേഷണ സംഘത്തിന് ഉണ്ട്. അത് അത്തരത്തിൽ തന്നെ പുരോഗമിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.